ഇവിടെ സംഗതി ആ കൊള. ഇനിയുള്ള കാലം വല്ല ഗോതമ്പണ്ടിൽ നിന്ന് സെൻട്രൽ ജയിലിൽ കിടക്കേണ്ടി വരുന്ന തോന്നണേ. മലയാള സിനിമയിലെ ജൂനിയർ ആർട്ടിസ്റ്റായി പ്രവർത്തിച്ച ഒരു നടിയാണ് നമുക്കൊപ്പം ചേരുന്നത്. അവർക്ക് ഐഡന്റിറ്റി വെളിപ്പെടുത്താൻ താല്പര്യമില്ല. എന്റെ ദൈവമേ, മിസ്, നിങ്ങൾക്ക് എന്നാണ്, ആരിൽ നിന്നാണ് ഈ ദുരനുഭവം ഉണ്ടായത്? ഇത് ഇതുവരെ കഴിഞ്ഞില്ലേ? അതിൽ തുടങ്ങാൻ നമ്മൾ സമ്മതിച്ചിട്ട് വേണ്ടേ? എന്റെ ലൈഫിൽ വളരെ ചെറുപ്പത്തിൽ തന്നെ ഞാൻ അനുഭവിച്ച, സിനിമാ മേഖലയിൽ നിന്ന് അനുഭവിച്ച കുറെ ദാരുണമായ കുറെ പ്രശ്നങ്ങളും വിഷമങ്ങളും മനസ്സിൽ ഒതുക്കിക്കൊണ്ട് നടന്ന ഒരാളായ എന്ന നിലയ്ക്കാണ് ഇപ്പൊ തന്നെ ആ സ്ത്രീ കാരണം നോക്കി ഒരെണ്ണം കൊടുത്താ തീരാവുന്നല്ലോ ഈ പ്രശ്നം. വർത്താനൊന്നും പറയണ്ട, തന്റെ കുടുംബ മഹിമയൊക്കെ എനിക്കറിയാം. പല നടന്മാര്, മിസ്റ്റർ ഷൈൻ ടോം ചാക്കോ, അതുപോലെ ഞാന് ആ ആളുടെ ഒരു സിനിമയ്ക്ക് വേണ്ടി എന്നെ 1-2 ആള് ബന്ധപ്പെടുകയും സിനിമയിൽ റോൾ ഉണ്ടെന്ന് പറയുകയും. ഭഗവാനെ, ഇതെന്തൊരു ലോകം, എന്തൊരു നുണ. അയ്യോ, പച്ചവെള്ളം ചവച്ചു കുടിക്കണ പഞ്ചപാവം, അങ്ങോട്ട് ഇറങ്ങിയില്ലടേ. അതിനനുസരിച്ച് ഓൺ ദി സ്പോട്ടിൽ വിളിച്ചിട്ട് 1 മണിക്കൂറിനുള്ളിൽ ഫ്ലൈറ്റ് കയറാ വയനാട്ട് വരിക എന്നൊക്കെ പറഞ്ഞാല് പെട്ടെന്ന് എനിക്ക് ഡൗട്ട് തോന്നിട്ട് ഞാൻ പലരെയും ബന്ധപ്പെട്ടു. പറയേണ്ട കാര്യമില്ലല്ലോ. അത് തന്നെ. ഭഗവാനെ, ഇങ്ങനെ ഒരു കള്ളന്മാര് പീഡനങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ പീഡിപ്പിക്കുന്നവരോടല്ല ചോദിക്കേണ്ടത്. ഞാൻ സ്ത്രീയുമായി പീഡിപ്പിക്കാറില്ല. എന്തുകൊണ്ടാണ് ഈ കൈകൾ ശുദ്ധമാണെന്ന് പറയുന്നത്? ശുദ്ധമായതുകൊണ്ടാ. മോനെ സോറി, ഒരു ഗ്യാപ്പ് കണ്ടപ്പോ ഗോൾഡിക്കാൻ നോക്കിയതാ. ഇപ്പോ അവർക്ക് പറയേണ്ടി വന്നു എനിക്ക് ആ സിനിമയിൽ റോളില്ല. എന്നെ അവര് വിളിക്കുന്നത് എന്റെ ഫോട്ടോ കണ്ട് ഷൈൻ ടോം ചാക്കോയ്ക്ക് അയാളോടൊപ്പം 2 ദിവസം ചില്ലൗട്ട് ചെയ്യണമെന്ന് അവരെന്നോട് ഓപ്പണായിട്ട് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് റോളില്ലെങ്കിൽ ഞാൻ ഒരിക്കലും വരില്ല. അതിനുശേഷം ഷൈൻ ടോം ചാക്കോ എന്ന ആള് എറണാകുളത്തുള്ള പല ആൾക്കാരെ കൊണ്ട് എന്നെ കോണ്ടാക്ട് ചെയ്തു. വേറെ ആരും അറിയണ്ട, നമ്മൾ രണ്ടുപേരും മാത്രം. രാത്രിയോ പകലോ എനിക്ക് എപ്പോഴെങ്കിലും ഇത്തിരി സമയം തന്നാവും, ഞാനത് വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്തോളാം. പട്ടി പറഞ്ഞാലുണ്ടല്ലോ എന്റെ വിധം മാറും. ഞാൻ അതിനെ എതിർത്ത ആളാണ്. ഇത് നീ സമയം കിട്ടുമ്പോ അവന് കൊടുത്താൽ മതി. എന്നാ പിന്നെ വരാനുള്ളത് ഏതെങ്കിലും ഓട്ടോ പിടിച്ചു വരും മുമ്പ് ഞാൻ പോട്ടെ. ദൈവം കാക്കട്ടെ.